ഹോസാന ഒരു ജയ്വിളിയല്ല, പ്രാർത്ഥനയാണ്. ഹോസാന പെരുന്നാൾ ഒരു വലിയ ദിവസമായി വിശ്വാസികൾ എല്ലാവരും കരുതുന്നു. യഥാർത്ഥത്തിൽ ഹോസാന പെരുന്നാളിനും പെസഹ വ്യാഴാഴ്ചയുമാണ് വിശ്വാസികൾ എല്ലാവരും ദേവാലയത്തിൽ എത്തുന്നത്. ഹോസാന ഞായർ മുതലുള്ള ഒരാഴ്ച വലിയ ആഴ്ചയായി കണക്കാക്കുന്നു. യേശുവിൻ്റെ പാടുപീഡകൾ, കുരിശുമരണം, ഉത്ഥാനം എന്നീ രക്ഷാകര സംഭവങ്ങൾ ഈ പെസഹ വാരത്തിൽ അനുസ്മരിക്കുകയാണ്. അവയെല്ലാം ഹോസാനയിലും സ്മരിക്കപ്പെടുന്നു. ഹോസാന എന്ന് കേൾക്കുമ്പോൾ തന്നെ യേശു രാജാവായി കഴുതപ്പുറത്ത് കയറി ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന സംഭവമാണ് ഓർക്കുക. മാധ്യമങ്ങളെല്ലാം അത്തരമൊരു വിവരണമാണ് നൽകുന്നത്. ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം തന്നെയാണ് ഹോസാനയിലെ മുഖ്യ വിഷയം. പക്ഷേ ഒരു രാജകീയ പ്രവേശനത്തിനപ്പുറം ഇവിടെ ആരാധനയുടെ ആഘോഷമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജകീയ പ്രവേശനത്തിന് ആരാധനയുടെ പരിപ്രേക്ഷ്യമാണ് ഉള്ളത്. ഹോസാന ഒരു ജയ്വിളിയല്ല, അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തോടൊപ്പമായിരിക്കുന്ന മനസ്സിന്റെ ആഹ്ലാദ പ്രകടനമാണ്. കുരുത്തോലകൾ ജയ്വിളികൾക്കകമ്പടിയായി കരങ്ങളിൽ പേറുന്ന പതാകകളല്ല, അത് ദൈവത്തോടൊപ്പമുള്ള കൂടാരവാസത്തെ അടയാളപ്പെടുത്തുന്നു. ബൈബിളിലെ ഹോസാന വിവരണം പരിശോധിച്ചാൽ ആരാധനയുടെ സൂചകങ്ങളാണ് കാണുക. 4 സുവിശേഷങ്ങളും ഹോസാന വിവരണം നൽകുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലാണ് ഹോസാന വിവരണം ഉള്ളത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പല അവസരങ്ങളിലും ഒരു പ്രത്യേക തരം അവതരണ രീതി അവലംബിക്കാറുണ്ട്. സാൻഡ്വിച്ച് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ എന്നാണ് ബൈബിൾ പണ്ഡിതർ അതിനെ വിളിക്കുക. 2 ബ്രെഡ് കഷണങ്ങൾക്ക് ഉള്ളിൽ മധുരം കരുതുന്നതാണല്ലോ സാൻഡ്വിച്ച്. അതുപോലെ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ 2ആയി മുറിച്ചിട്ട് ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചേർത്ത് വയ്ക്കുന്ന രീതിയാണിത്. ഇവിടെ യേശുവിൻ്റെ ദേവാലയ പ്രവേശനത്തിന് ശേഷം നടക്കുന്നതാണ് ദേവാലയ ശുദ്ധീകരണം. എന്നാൽ മർക്കോസ് ദേവാലയ പ്രവേശനത്തിന് ശേഷം അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം തുന്നിച്ചേർക്കുന്നു. അതേ തുടർന്നാണ് ദേവാലയ ശുദ്ധീകരണം രേഖപ്പെടുത്തുക. ഒറ്റ നോട്ടത്തിൽ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം ഇവിടെ ഒട്ടും ചേരാത്തതാണെന്ന് തോന്നും. എന്നാൽ ഈ അവതരണം വഴി ഏറ്റവും അർത്ഥപൂർണമായ സംഭവമായി അത് മാറുന്നു. അത്തിവൃക്ഷത്തിൽ ഫലം തേടി വരുന്ന യേശു കാണുന്നത് ഇലച്ചാർത്തുകളായി വളർന്നു നിൽക്കുന്ന, പന്തലിച്ചു നിൽക്കുന്ന അത്തിവൃക്ഷത്തെ ആണ്. പക്ഷേ അതിൽ ഫലങ്ങളില്ല. യേശു അതിനെ കരിച്ചു കളയുന്നു. ഇലച്ചാർത്തുകളായി വളർന്നു പന്തലിച്ച് നിൽക്കുന്ന അത്തിവൃക്ഷം നിലവിലുണ്ടായിരുന്ന യഹൂദ മതത്തെയാണ് സൂചിപ്പിക്കുക. അതിലെ അനുഷ്ഠാനങ്ങളുടെ ബാഹുല്യവും പ്രകടനപരതയുമാണ് ഇലച്ചാർത്തുകളായി വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെയാണ് യേശു കരിച്ചു കളയുന്നത്. തുടർന്നാണ് ദേവാലയ ശുദ്ധീകരണം. ഇതുവഴി മർക്കോസ് സുവിശേഷകൻ ഒരു പുതിയ മതാത്മകതയുടെയും ആരാധനയുടെയും ധ്വനിസാന്ദ്രതകളോടെയാണ് യേശുവിൻ്റെ ജെറൂസലേം ദേവാലയ പ്രവേശനത്തെ അവതരിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് നമ്മൾ ഫലം പുറപ്പെടുവിച്ചിരുന്നോ?
അതോ ഫലം പുറപ്പെടുവിക്കാതെ ഇലച്ചാർത്തുകളായി നിന്ന് ആളുകളെ അമ്പരപ്പിച്ചതല്ലാതെ പ്രയോജനമില്ലാത്തവരായിരുന്നോ? വിലയിരുത്തപ്പെടേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 21 അധ്യായത്തിലാണ് യേശുവിന്റെ ജെറൂസലേം ദേവാലയ പ്രവേശനം കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മർക്കോസിൻ്റെതുപോലെ ഉള്ള സവിശേഷമായ അവതരണ ശൈലി അവലംബിക്കുന്നില്ലെങ്കിലും ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള യേശുവിന്റെ പ്രവേശനവും ദേവാലയ ശുദ്ധീകരണത്തെ തുടർന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് കൊടുത്തിരിക്കുന്നു. യേശുവിന്റെ പരസ്യ ജീവിതാരംഭത്തിൽ നടത്തിയ ദേവാലയ ശുദ്ധീകരണത്തിന്റെ പൂർണ്ണതയിലാണ് യേശു ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. യേശുവിന്റെ ജീവിതം മുഴുവൻ ദേവാലയ ശുദ്ധീകരണവും പുനഃസൃഷ്ടിയുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 19 അധ്യായത്തിലാണ് യേശുവിന്റെ ജെറൂസലേം ദേവാലയ പ്രവേശനം കൊടുത്തിരിക്കുന്നത്. ലൂക്ക സുവിശേഷകനും ദേവാലയ പ്രവേശനത്തെ തുടർന്ന് ദേവാലയ ശുദ്ധീകരണമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്കായും ആരാധനാപരമായ ധ്വനിസാന്ദ്രതയോടെയാണ് ഈ സംഭവം കുറിച്ചിടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു കയറുന്നത്. ആരും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തതാണല്ലോ ആരാധനയ്ക്ക് എടുക്കുന്നത്. ലൂക്ക വീണ്ടും പറയുന്നു, അവർ വെള്ളവസ്ത്രം കഴുതപ്പുറത്ത് വിരിച്ചിട്ട് യേശുവിനെ കഴുതപ്പുറത്തിരുത്തുകയും വഴിയിൽ വെള്ളവസ്ത്രം വിരിക്കുകയും ചെയ്തു എന്ന്. ഇത് കൃത്യമായും ആരാധനയുടെ പ്രതീകമാണ്. ഒലിവിലകൾ ഉയർത്തി അവർ ഹോസാന പാടുന്നു. ഇതും ആരാധനയുടെ സൂചന തന്നെ. ഹോസാന എന്നത് ഒരു ജൈവിളിയുടെ വാക്കല്ല, മറിച്ച് പ്രാർത്ഥനയാണ്. ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സേവ് us Lord we pray എന്നാണ്. അങ്ങനെ നോക്കിയാൽ ഒരു രാജാവിന്റെ എഴുന്നള്ളത്തിനോടനുബന്ധിച്ചുള്ള ആരവത്തിനപ്പുറം ആരാധനയുടെ ധ്വനിമന്ത്രങ്ങളാണ് ഉള്ളത്. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്ത് എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവനും സന്തോഷിച്ച് തങ്ങൾ കണ്ട അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇവിടെ അവർ ജയ് വിളിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആണ്. മാത്രമല്ല, ലൂക്കായിൽ യേശു ജെറൂസലേമിലേക്ക് യാത്ര തുടരുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ലൂക്കായുടെ വിവരണമനുസരിച്ച് യേശു നിരന്തരമായ യാത്രയിലാണ്. ജെറൂസലേമിലേക്കുള്ള യാത്രയാവട്ടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് രക്ഷ പൂർത്തിയാക്കുന്ന അവസാന യാത്രയാണ്. ദേവാലയ സങ്കല്പം സമവീക്ഷണ സുവിശേഷങ്ങളുടെ വിവരണമനുസരിച്ച് യേശു ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിച്ചയുടൻ ചെയ്യുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. ഇത് യേശുവിന്റെ മരണകാരണമായി തീരുന്നുണ്ട്. യോഹന്നാന്റെ വിവരണമനുസരിച്ച് യേശു ദേവാലയം ശുദ്ധീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. യേശുവിന്റെ ജീവിതവും ലക്ഷ്യവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ദേവാലയ ശുദ്ധീകരണത്തിലാണെന്ന് അത് സൂചിപ്പിക്കുന്നു. ബൈബിളിലെ ദേവാലയ സങ്കല്പത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചെങ്കിലേ ഈ ദേവാലയ ശുദ്ധീകരണത്തിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. കാരൻ ആംസ്ട്രോങ്ങിന്റെ
ദി കേസ് ഫോർ ഗോഡ് എന്ന പുസ്തകത്തിൽ ദേവാലയത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ട്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദേവാലയം ആയിരുന്നു. ദൈവം സൃഷ്ടിച്ച ഏദേൻ തോട്ടം ദൈവം വസിച്ചിരുന്ന ദേവാലയം തന്നെ. ഏദേൻ തോട്ടത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിൽ ആയിരുന്നു. ആകയാൽ ആദാം ആയിരുന്നു യഥാർത്ഥ ദേവാലയം. മനുഷ്യന്റെ പാപം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. പിന്നീട് അങ്ങോട്ട് ദൈവവും മനുഷ്യനും വഴിമാറി നടക്കുന്നു. ഇനിയുള്ള ദൈവ-മനുഷ്യ ബന്ധത്തിന്റെ ചരിത്രം ദേവാലയ പുനഃസ്ഥാപനത്തിനുള്ള പരിശ്രമത്തിന്റെ ചരിത്രമാണ്. തുടർന്ന് നാം ബൈബിളിൽ വായിക്കുന്നത് ദേവാലയ നിർമ്മാണത്തിന്റെ സൃഷ്ടി തുടരുന്നതിന്റെ ചരിത്രമാണ്, അഥവാ ദേവാലയ വളർച്ചയുടെ ചരിത്രമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലാകുമ്പോൾ അവർ ദേവാലയം ആകുകയാണ്, മറ്റൊരു സൃഷ്ടിയാകുകയാണ്. കാരണം അവരുടെ ജീവിതം ദൈവിക സാന്നിധ്യം സൃഷ്ടിച്ചിരുന്നു. അവർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരെ പോലെ ആയിരുന്നു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുറപ്പാട് യാത്രയിലും ഇത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. കർത്താവിന്റെ മഹത്വ കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനതയ്ക്ക് ദൈവമല്ലാതെ മറ്റാരുമില്ലാതെ വന്നപ്പോൾ ദൈവകേന്ദ്രീകൃതമായി ജീവിച്ചു. അപ്പോൾ അവർ ദേവാലയത്തിൽ ആകുകയാണ്. ഭൂമിയിൽ ദൈവമല്ലാതെ മറ്റാരും തുണയില്ലാതാകുന്ന നേരത്ത് നാം പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്, ദേവാലയമാകുകയാണ്. ജീവിതത്തിലെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനമായി പരിണമിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ വിവരണം അനുസരിച്ച് അന്ത്യത്താഴം, പീഡാസഹനം, കുരിശുമരണം, ഉയിർപ്പ് എല്ലാം ഒരേ സമയത്ത് നടക്കുന്ന ഒരേ കർമ്മം തന്നെയാണ്. വീണ്ടും ജനങ്ങൾ ബാബിലോണിൽ വിപ്രവാസം അനുഭവിക്കേണ്ടി വരുന്നു. അതും ദേവാലയ നിർമ്മിതിയും പുനഃസൃഷ്ടിയുമാണ്. ബാബിലോൺ വിപ്രവാസ കാലത്തും ജനങ്ങൾ ദൈവകേന്ദ്രീകൃതരായി ജീവിച്ചു. ബാബിലോൺ നദിക്കരയിൽ ഇരുന്നവർ കരഞ്ഞത് അന്യദേശത്തുള്ള അവരുടെ ഒറ്റപ്പെടലിനാലും തങ്ങളുടെ ദേവാലയം നഷ്ടപ്പെട്ടതിനാലുമാണ്. എന്നാൽ അവർ അവിടെ ദൈവത്തോട് ചേർന്ന് ദേവാലയം ആയിത്തീരുകയായിരുന്നു. അവർ പുനഃസൃഷ്ടിക്കപ്പെടുക ആയിരുന്നു. അവരെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന എസ്ര അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്ന ആളുകളെ കണ്ട് ദേവാലയത്തിൽ നിലത്ത് കിടന്ന് വിലപിക്കുകയും തുടർന്ന് വേദഗ്രന്ഥം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾ കരഞ്ഞുകൊണ്ട് തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നു. അപ്പോൾ എസ്ര അവരോട് പറയുന്നു, നിങ്ങൾ കരയുകയല്ല, ദൈവത്തിൽ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. അവരുടെ തന്നെ കുന്നുകളിൽ ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കി പാർത്തു. തെറ്റുകൾ തിരുത്തി പുതിയ സൃഷ്ടികളായി അവർ ദേവാലയങ്ങൾ ആകുകയായിരുന്നു.
യഥാർത്ഥത്തിൽ ഹോസാനയുടെ ഒരു മുൻകാല പതിപ്പാണ് ഈ സംഭവം. ഹോസാനയിൽ കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം നടത്തുമ്പോഴും കുർബാനയിൽ പങ്കുചേരുമ്പോഴും നാം ദൈവസാന്നിധ്യത്തിന്റെ കൂടാരങ്ങളിൽ വസിക്കുകയാണ്, ദേവാലയങ്ങൾ ആകുക ആണ്. ഇതൊരു ഉത്തരവാദിത്വമാണ്. ഇന്നെല്ലാവരും അത് മറന്നിരിക്കുന്നു. മണ്ണും മനുഷ്യനുമല്ലാതെ ഒരു ദേവാലയം രൂപം കൊള്ളുന്നത് ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയ്ക്കിടയിലാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ജനങ്ങൾ അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയ മോശ അവർക്ക് 10 കൽപ്പനകൾ ഉല്ലേഖനം ചെയ്ത വാഗ്ദാന പേടകം നൽകി. അതാണ് വ്യതിരിക്തമായ ആദ്യത്തെ ദേവാലയം. പിന്നീട് ഈ ദേവാലയം വളരുന്ന ചരിത്രമാണ് ബൈബിൾ പറയുക. മരുഭൂമി യാത്രയ്ക്ക് ശേഷം സ്വന്തം നാടായ കാനായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായി രാജാവും കൊട്ടാരവും മറ്റു സംവിധാനങ്ങളും ഉണ്ടായി. സോളമൻ രാജാവ് ദേവാലയം നിർമ്മിക്കുന്നു. അത് മറ്റൊരു കർമ്മമായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. സോളമൻ രാജാവ് ദേവാലയം നിർമ്മിക്കുന്നത് ഏദെൻ തോട്ടത്തിന്റെ മാതൃകയിലാണ്. ഈ ദേവാലയം ഇസ്രായേലിന്റെ ജീവിതത്തിൽ വീണ്ടും വളരുന്നു. അങ്ങനെ ദേവാലയം വളർന്ന് പൊട്ടിയതാണ് യേശുക്രിസ്തു. ജെറൂസലേം ദേവാലയത്തിലേക്ക് ആഘോഷമായി പ്രവേശിക്കുന്ന യേശു യഥാർത്ഥത്തിൽ താൻ തന്നെയാകുന്ന ഈ ദേവാലയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ദേവാലയമാണ് യേശു 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞത്. യേശു ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതാണ് ദേവാലയ ശുദ്ധീകരണം. പുതിയ സൃഷ്ടി നടക്കുന്നു. ജെറൂസലേമിലല്ലാതെ എവിടെയും ആർക്കും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാവുന്ന പുതിയ ദേവാലയം ആകുകയാണ് യേശുവാകുന്ന ദേവാലയം. ആരാധന സ്വാതന്ത്ര്യമാകുന്നു. മോശയും അഹരോനും ഫറവോയുടെ മുന്നിൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ ഫറവോ ചോദിക്കുന്നു, എന്തിന്? മരുഭൂമിയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അവർ സൂചിപ്പിച്ച ഒരു കാര്യം, അടിമകളായിരിക്കുമ്പോൾ അവർക്ക് ആരാധിക്കാൻ അവകാശമില്ല എന്നതാണ്. ആരാധന സ്വതന്ത്രരായവർക്കുള്ളതാണ്. ആരാധന സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ആരാധനയാണ്.